വെൽക്കം ടു 1985 വിഫ. ഇന്ന് ഞങ്ങൾ പുതിയൊരു ടോപ്പിക് ആരംഭിക്കുകയാണ്. ഇൻവെസ്റ്റ്മെന്റ്സ്. ഹാർട്ടി വെൽക്കം ടു ആൾ ടു അവർ ന്യൂ എപ്പിസോഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. പഴയ കാലത്തെ അപേക്ഷിച്ച് പുതിയ ജനറേഷന് ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണുള്ളത്. വളരെ വിശാലമായ ഒരു ടോപ്പിക്കാണ്. പല സാധാരണക്കാരും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലളിതമായി സംസാരിക്കട്ടെ. ആദ്യമായി, എന്തിനാണ് ഇൻവെസ്റ്റ്മെന്റ്സ്? പലപ്പോഴും ഒരു ഡ്രീമിന്റെ സാക്ഷാത്കാരത്തിന്, ഭാവിയിൽ വരുന്ന ഒരു പ്രത്യേക കാര്യത്തിന്, മക്കളുടെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ തന്നെ സാമ്പത്തിക അടിത്തറയ്ക്ക്, വയസ്സുകാലത്ത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഇതൊന്നുമല്ലെങ്കിൽ കയ്യിൽ വരുന്ന ഒരു വലിയ സംഖ്യ സുരക്ഷിതമായി കരുതി വെക്കാൻ, ഇങ്ങനെ എന്തിനുമാകാം ഇൻവെസ്റ്റ്മെന്റ്സ്. ഏത് സിറ്റുവേഷനിലും ഇൻവെസ്റ്റ്മെന്റിന് ഒരു ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഫിനാൻഷ്യൽ ഗോളായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ഗോൾസിൽ തന്നെ ക്രിട്ടിക്കൽ ആയതുണ്ടാവാം, പെട്ടെന്ന് ചെയ്യേണ്ടതുണ്ടാവാം, ദൂരവ്യാപകമായി ചെയ്യേണ്ടതുണ്ടാവാം, അങ്ങനെ പലതും. എമർജൻസി ഫണ്ട് വേറെ തന്നെ കരുതേണ്ടതുണ്ട്. വളരെ ഇലാബറേറ്റ് ആയിട്ട് പറയേണ്ടതില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഈ എപ്പിസോഡിൽ ചെറുതായി ഒന്ന് തുടങ്ങി വയ്ക്കാം. അടുത്തത്, സേവിങ്സും ഇൻവെസ്റ്റ്മെന്റ്സും. ഇത് രണ്ടും ഒന്നാണോ? സേഫ് എന്ന പദമാണ് സേവിങ്സിന്റെ റൂട്ട്. സേഫ്റ്റി ഓഫ് മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വരുമാനം എത്ര കുറഞ്ഞിരുന്നാലും ഒരു പോർഷൻ സേവ് ചെയ്യപ്പെടണം. ഈ സേവ്ഡ് പോർഷൻ ഇൻവെസ്റ്റ്മെന്റായി മാറ്റുകയും വേണം. ഇൻവെസ്റ്റ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇൻവെസ്റ്റ് മണി ടു ഏൺ പ്രോഫിറ്റ് എന്നാണ്. ഒരു ട്രേഡ് ഓഫ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ. ഇൻവെസ്റ്റ്മെന്റും സേവിങ്സും രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയ കാര്യങ്ങളല്ല. രണ്ടും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഒരു പ്രോസസ്സിന്റെ തന്നെ 2 സ്റ്റെപ്സ് മാത്രമാണിത്. ഇൻവെസ്റ്റ്മെന്റിന്റെ മുന്നോടിയാണ് സേവിങ്സ്. സേവ്ഡ് മണിയാണ് നാം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സേവ് ഫസ്റ്റ്, സേവിങ്സ് പ്രൊസീഡ്സ് ടു ഇൻവെസ്റ്റിംഗ്. ചുരുക്കത്തിൽ, എത്ര ചെറിയ വരുമാനത്തിലും ഒരു നിശ്ചിത ശതമാനം സേവ് ചെയ്യപ്പെടണം. ഈ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റായി മാറ്റുകയും വേണം. ഇപ്പോ ഒരു കാര്യം വ്യക്തമാക്കിയിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. എത്ര ശതമാനം എന്ന് ഞാനിപ്പോ പറഞ്ഞല്ലോ. അത് എത്ര ശതമാനം ഇൻവെസ്റ്റ്മെന്റിന് പോണം, അത് നമുക്കൊന്ന് നോക്കാം. ഒരു കോമൺലി യൂസ്ഡ് റൂൾ ഉണ്ട്. അതെങ്ങനെയെന്ന് കൂടി നോക്കാം. You can adopt 50-30-20 rule for budgeting and for saving. ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കാര്യം ഇത്ര വിശദമായി സംസാരിക്കുന്നത്. വരുമാനത്തിന്റെ 50% നമുക്ക് നീഡ്സിനായി എടുക്കാം, ചെലവിനെടുക്കാം എന്നർത്ഥം. എന്തൊക്കെയാണ് ചെലവുകൾ? ദിവസേനയുള്ള ചെലവുകൾ, ഇലക്ട്രിസിറ്റി ബില്ല്, ടെലിഫോൺ ബില്ല്, സ്കൂൾ ഫീ, ഭക്ഷണത്തിനുള്ള ചെലവുകൾ, റെന്റ് അടയ്ക്കാനുള്ള ചെലവുകൾ, പാരന്റ്സിന് കൊടുക്കാനുള്ള ചെലവുകൾ, മെഡിസിന് വാങ്ങാനുള്ളത്, അങ്ങനെ ഒഴിച്ചുകൂടാനാവാത്ത ചിലവുകൾ. അതാണ് നീഡ്സ് എന്ന് പറയുന്നത്. അത് നീഡ്സ് എന്ന് മാത്രമേ പറയാനാവൂ. അതായത് ടാക്സ് ഒക്കെ കൊടുത്ത് നമുക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ 50%. പിന്നെയോ നെക്സ്റ്റ് 30%, അടുത്ത 30%ത്തിൽ പ്രധാനമായും ഫസ്റ്റ് EMI, ലോൺ റീപേയ്മെന്റ് അടയ്ക്കാം, ഇൻഷുറൻസ് അടയ്ക്കാം. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഇത് അടച്ചില്ലെങ്കിൽ അത് പല വിധത്തിലും നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടാക്കും. പിന്നെയുള്ള ബാക്കി ആ 30%ൽ കുറച്ച് എന്റർടൈൻമെന്റ്, ലക്ഷറിയായിട്ട് ജീവിക്കണമല്ലോ. പിന്നെ കുറെ ഡൊണേഷൻ കൊടുക്കാനുണ്ടാവും, പല ചെലവുകളും ഉണ്ടാവും. അതൊക്കെ ഈ 30%ൽ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിക്കണം. ബാക്കിയുള്ള 20% അതാണ് സേവിങ്സിലേക്ക് തീർച്ചയായും മാറ്റേണ്ടത്. അത് തന്നെ ഫസ്റ്റ് ഡേ തന്നെ, അതായത് സാലറി കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഇൻകം കിട്ടുന്ന അപ്പം തന്നെ ഈ സേവ് ചെയ്യപ്പെടേണ്ട 20% മാറിയിരിക്കണം. അല്ലെങ്കിൽ ഇൻകം കിട്ടുന്ന അന്ന് തന്നെ നമ്മൾ ഈ 20% മാറ്റിയിരിക്കണം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയാണ്, സാലറി അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെങ്കിലും അത് മുഴുവനും ചെലവാക്കി തീർക്കും. അതൊരു സാധാരണ ഏത് വ്യക്തിയും ചെയ്യുന്ന
ചെയ്യുന്നതാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ സേവിങ്സിലേക്കുള്ള 20% ആദ്യം തന്നെ മാറ്റിയിടണം, ഇല്ലെങ്കിൽ അത് നടക്കില്ല. സാലറി കിട്ടി 10 ദിവസം കഴിയുമ്പോൾ തന്നെ പലരും പറയുന്നത് കേൾക്കാം, ഐ ഹാവ് ടോട്ടലി റൺ ഔട്ട് ഓഫ് ക്യാഷ്. അതുമല്ലെങ്കിൽ ഓൾറെഡി മാക്സ്ഡ് ഔട്ട് ക്രെഡിറ്റ് കാർഡ്. ഇതുമല്ലെങ്കിൽ ജീവിക്കാൻ തന്നെ ശമ്പളം കൊണ്ട് സാധിക്കുന്നില്ല, പിന്നെ സേവിങ്സിന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അതും പറയും. അപ്പൊ പിന്നെ എങ്ങനെ മുമ്പോട്ട് പോകും? അവിടെയാണ് ഈ 50-30-20 റൂള് പ്രസക്തമാകുന്നത്. ഫസ്റ്റ് പ്ലാൻ ചെയ്യുക, പ്ലാൻ ബജറ്റിൽ ജീവിക്കുക, ബജറ്റിന്റെ മുകളിലേക്ക് പോകാതിരിക്കുക, ഇൻകം കൂട്ടാം അല്ലെങ്കിൽ എക്സ്പെൻസ് കുറയ്ക്കാം. ബജറ്റിനുള്ളിൽ ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇൻകം കൂട്ടാൻ വളരെ പ്രയാസമാണ്, കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഈ സാലറീഡ് ആണെങ്കിലും ബിസിനസ്സുകാർക്കാണെങ്കിലും ഇൻകം കൂട്ടാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിലും എളുപ്പം എക്സ്പെൻസ് കുറയ്ക്കുന്നതാവും. നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുന്ന പല ഏരിയാസും ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഇലക്ട്രിസിറ്റി ബില്ല്, ടെലിഫോൺ ബില്ല്, കുറെ എന്റർടൈൻമെന്റ്, ഇതൊക്കെ നമുക്ക് നമ്മളായിട്ട് വിചാരിച്ചാൽ അത് സ്വയം തിരിച്ചറിഞ്ഞ് ഐഡന്റിഫൈ ചെയ്ത് എവിടെയൊക്കെ നമുക്ക് ഇത് എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യാം എന്ന് സ്വയം ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് കുറച്ച് എക്സ്പെൻസ് കുറയ്ക്കുക. പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ, കുറച്ചൊന്ന് കരുതിയാൽ ലൈഫ് സ്റ്റൈൽ ചെറുതായി ഒന്ന് മാറ്റിയാൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ ബജറ്റിൽ ഒതുങ്ങി നമുക്ക് ജീവിക്കാം. ഇന്ന് കുട്ടികൾക്ക് വളരെയധികം സാലറി ലഭിക്കുന്നുണ്ട്. ആ കുട്ടികൾ തന്നെയാണ് 10 ദിവസം കഴിയുമ്പോൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ഒരു ചെറിയ കരുതൽ അതൊരു വലിയ റിലീഫ് ആവുമെന്നതിൽ തർക്കമില്ല. ഒരു കാര്യം കൂടി പറയട്ടെ, എമർജൻസി ഫണ്ട് 3 മുതൽ 6 മാസം വരെയുള്ള നിങ്ങളുടെ ചെലവ് എമർജൻസി ഫണ്ടായി കരുതാൻ പറ്റിയാൽ അത് വളരെ നന്നായിരിക്കും. ഈ 20% സേവിങ്സിന്റെ ആദ്യ മാസങ്ങളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എമർജൻസി ഫണ്ടിലേക്ക് സ്വരൂപിക്കാൻ ശ്രമിക്കണം. അവനവന്റെ വരുമാനത്തിനനുസരിച്ച് ചെലവുകൾ ക്രമീകരിച്ച് നമ്മളുടെ പ്ലാനിങ്ങിൽ തന്നെ, നമ്മുടെ ബജറ്റിൽ തന്നെ ഒതുക്കി ജീവിച്ചാൽ വളരെ റിലാക്സ് ആയി ദേശാലി നമുക്ക് ജീവിക്കാൻ സാധിക്കും. പണം ചെലവഴിക്കാനുള്ളത് തന്നെയാണ് പരമാർത്ഥം തന്നെ. തനിക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിക്കുക, അതിലാണ് വിജയം. ഒരു കാര്യം കൂടെയുണ്ട്, എന്തിനാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ പേർപ്പസ് അത് സ്വയം ഒന്ന് അറിഞ്ഞിരിക്കണം. ഗോള് അവനവൻ തന്നെ തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ഗോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് മുൻപോട്ട് പോവുകയുള്ളൂ. വളരെ ചിട്ടയോടുകൂടി ചെയ്യേണ്ട പ്രവൃത്തിയാണ്. അതിനായി നമ്മൾ പ്രാപ്തരാവുക തന്നെ വേണം. കൂടെ തന്നെ കുട്ടികളിലും ലഘു സമ്പാദ്യ പദ്ധതികളിലൂടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സമ്പാദ്യം ഇപ്പോൾ തന്നെ ശീലിപ്പിക്കണം. പണ്ട് ഞങ്ങളുടെയൊക്കെ അച്ഛനമ്മമാർ വാങ്ങിത്തന്ന മണി ബോക്സ് അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമ്മളിപ്പോഴും ഇൻവെസ്റ്റ്മെന്റിലേക്ക് എത്തിയിട്ടില്ല. അടുത്ത എപ്പിസോഡിൽ ഇൻവെസ്റ്റ്മെന്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് അതിൽ തുടങ്ങും. ഇന്ന് പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് 1ാം പാഠമായി തന്നെ എടുക്കണം. അങ്ങനെ നമുക്ക് മുൻപോട്ട് പോകാം. 1985 V5ന്റെ നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എപ്പിസോഡ് തീർച്ചയായും കാണണം. Till then, bye. Let me brief first point. No matter how big or small your income is, set apart a certain percent to savings and investments. Preferred pattern is 50-30-20 rule. Emergency fund 3 to 6 months of your living expenses. Plan first. Keep your lifestyle according to your budget. Thank you, viewers. Please subscribe our channel 1985 V5. Thank you very much.